വെൽക്കം ടു ക്രാക്ക് വൺ. ഇന്ന് നമ്മൾ ഒരു കറണ്ട് അഫയർ സെക്ഷനിലേക്കാണ് പോകുന്നത്. പ്രൊഫസർ MK സാനു, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഇന്ന് ഈ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗൂഗിൾ PR. ക്ലാസ് തുടങ്ങാം. പ്രൊഫസർ MK സാനു സാഹിത്യ നിരൂപകൻ, പ്രഭാഷകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ആര്? പ്രൊഫസർ MK സാനു. അദ്ദേഹം ജനിച്ചത് 1928 ഒക്ടോബർ 27 ആലപ്പുഴയിൽ തുമ്പോളയിലാണ്. എന്നാണ് 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ. ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിലെ MA ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് അദ്ദേഹം. എവിടെയാണ്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിൽ MA ഒന്നാം റാങ്കോടെ പാസ്സായ ആളാണ് പ്രൊഫസർ MK സാനു. 40 വർഷത്തോളം അദ്ദേഹം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എത്ര വർഷമാണ്? 40 വർഷം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 40 വർഷത്തോളം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് പ്രൊഫസർ MK സാനു സാർ. എറണാകുളം മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ വിവിധ ഗവൺമെന്റ് കോളേജുകൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച് MLA ആയിട്ടുണ്ട് അദ്ദേഹം. അതായത് എന്താണ്? 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി കേട്ടോ. ഇടതുപക്ഷത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് ഇദ്ദേഹം MLA ആയിരിക്കുന്നത്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് ആര്? പ്രൊഫസർ MK സാനു. ഇദ്ദേഹം മരണപ്പെട്ടത് 2025 ഓഗസ്റ്റ് 2-നാണ്. അതുകൊണ്ട് തന്നെ PSCയെ സംബന്ധിച്ച് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. ഏറ്റവും റെലവെന്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയർ ആണ് ഇത്. പ്രൊഫസർ MK സാനു സാറിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിച്ചിരിക്കണം. നമ്മൾ MD വാസുദേവൻ നായർ സാറിനെ പറ്റിയുള്ള ക്ലാസ് ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് MK സാനു സാറ്. ഇനി പ്രധാന കൃതികളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അതിന്റെ പ്രധാന കൃതി, അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നറിയപ്പെടുന്ന കർമ്മഗതി എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. എന്താണ്? കർമ്മഗതി. ഇനി അദ്ദേഹം സാഹിത്യ നിരൂപണങ്ങളാണ് കൂടുതൽ സാഹിത്യ നിരൂപണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അദ്ദേഹം ചെയ്ത സാഹിത്യ നിരൂപണങ്ങൾ ഏതൊക്കെയാണ്? കാറ്റും വെളിച്ചവും 1960 പ്രസിദ്ധീകരിച്ച ആദ്യ നിരൂപണം കേട്ടോ. 1960 ഇത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച ആദ്യ നിരൂപണ ഗ്രന്ഥമാണ് ഇത് കാറ്റും വെളിച്ചവും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ. പ്രരോദനം, വിവിധ ഭാവങ്ങളുടെ സംവാദവേദി. ഇത് കുമാരനാശാന്റെ കാവ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. ഈ പ്രരോദനം, വിവിധ ഭാവങ്ങളുടെ സംവാദവേദി എന്ന നിരൂപണം. ഇനി അത് അവതാരണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ നിരൂപണമാണ്. പിന്നെ ചിന്താവിഷ്ടയായ സീത, സ്വാതന്ത്ര്യത്തിലൊരു നിർവചനം. ചിന്താവിഷ്ടയായ സീത എന്ന ആ കൃതിയെ പറ്റിയുള്ള ഒരു സാഹിത്യ നിരൂപണമായിരുന്നു കേട്ടോ ഇത്. പിന്നെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. ഇനി അടുത്താണ് വിമർശനത്തിന്റെ സർഗ ചൈതന്യം. എത്ര ശോകമയം ലോകം. അയ്യപ്പ പണിക്കർ, കാവ്യ വിമർശനവും കാവ്യ വിവർത്തനവും. ഇത്രയാണ് അദ്ദേഹം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യ നിരൂപണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? കാറ്റും വെളിച്ചവും, പ്രരോദനം, വിവിധ ഭാവങ്ങളുടെ സംവാദവേദി, അവതാരണം, ചിന്താവിഷ്ടയായ സീത, സ്വാതന്ത്ര്യത്തിനൊരു നിർവചനം, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, വിമർശനത്തിന്റെ സർഗ ചൈതന്യം, എത്ര ശോകമയം ലോകം, അയ്യപ്പ പണിക്കർ, കാവ്യ വിമർശനവും കാവ്യ വിവർത്തനവും. ഇത്രയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ നിരൂപണങ്ങൾ. ഇനി അദ്ദേഹം കുറെ പേരുടെ ജീവചരിത്രം, അദ്ദേഹം മെയിൻ ആയിട്ട് കുറെ പേരുടെ ജീവചരിത്രം, അദ്ദേഹം ജീവചരിത്രം എഴുതുന്നതായിരുന്നു മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അത് ഇഷ്ടംപോലെ ആൾക്കാരുടെ ജീവിതം. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ജീവചരിത്രങ്ങൾ, കുറച്ച് കൃതികൾ, അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രീനാരായണ ഗുരു ഒരു പഠനം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയൊരു ജീവചരിത്രമാണ് ശ്രീനാരായണ ഗുരു ഒരു പഠനം. കേശവദേവ് ഓടയിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തിയ എഴുത്തുകാരൻ. കേശവദേവ് എന്ന എഴുത്തുകാരനെ പറ്റിയാണ്. ഓടയിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തിയ എഴുത്തുകാരൻ ആണ്, അദ്ദേഹത്തെ പറ്റിയാണ് അത്. ഇനി അടുത്ത സഹോദരൻ K അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ പറ്റിയുള്ള ഒരു കൃതിയായിരുന്നു ചങ്ങമ്പുഴ, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നറിയപ്പെടുന്നത്. ഇനി മൃത്യുഞ്ജയൻ, കാവ്യജീവിതം. അടുത്ത യുക്തിവാദി MC ജോസഫ്. എന്താണ് യുക്തിവാദി? MC ജോസഫിനെ പറ്റി എഴുതിയതാണ് യുക്തിവാദി MC ജോസഫ്. അദ്ദേഹം മോഹൻലാലിനെ പറ്റി ഒരു ജീവചരിത്രം എഴുതുന്നത്. അതാണ് അഭിനയ കലയിലെ ഇതിഹാസം. എന്താണ്? മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം. അതാണ് മോഹൻലാലിനെ പറ്റി എഴുതിയ ഒരു ജീവചരിത്രം എന്ന് പറയുന്നത്. ഇനി ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവേർ അച്ഛന്റെ ജീവചരിത്രം.
ചാവറച്ചന്റെ ജീവചരിത്രം എഴുതിയതാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറച്ചന്റെ ജീവചരിത്രം എന്ന കൃതി. പി.കെ. ബാലകൃഷ്ണൻ, ഉറങ്ങാത്ത മനിഷി. ഇനി ഡോക്ടർ പി. പൽപ്പു, ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. ഡോക്ടർ പൽപ്പുവിനെ പറ്റി എഴുതിയ കൃതിയാണ് ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. ഇനി യുക്തിവാദി MC ജോസഫ്. എന്താണ് യുക്തിവാദി MC ജോസഫ്. അടുത്താണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നു, അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പിങ്ങിൽ വന്നതാണ്. പക്ഷെ അത് ഇത് രണ്ടു തവണ വന്നിട്ടുണ്ടെങ്കിൽ ശരി, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതിന് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്, ഈ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനത്തിന് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം. അപ്പൊ ഏതൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ശ്രീനാരായണ ഗുരു, ഒരു പഠനം. കേശവദേവ്, ഓടയിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തിയ എഴുത്തുകാരൻ. സഹോദരൻ കെ. അയ്യപ്പൻ, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. മൃത്യുഞ്ജയം, കാവ്യജീവിതം. യുക്തിവാദി MC ജോസഫ്. മോഹൻലാൽ, അഭിനയകലയിലെ ഇതിഹാസം. ജീവിതം തന്നെ സന്ദേശം. വിശുദ്ധ ചാവേർ അച്ഛന്റെ ജീവചരിത്രം. പി.കെ. ബാലകൃഷ്ണൻ, ഉറങ്ങാത്ത മനീഷി. ഡോക്ടർ പി. പൽപ്പു, ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. യുക്തിവാദി MC ജോസഫ്. പിന്നെ മുമ്പ് പറഞ്ഞ ഇത് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹം, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഇത്രയാണ് അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരം, അദ്ദേഹത്തിന് കുറെ പുരസ്കാരങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട്. അതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാന പുരസ്കാരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985 അവതാരണം എന്ന കൃതിക്ക്, അഥവാ അവതാരണം എന്തായിരുന്നു, സാഹിത്യ നിരൂപണമായിരുന്നു. ആ കൃതിക്കാണ് 1985 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി 1992 വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏതായിരുന്നു കൃതി? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ഒരു കൃതി പറഞ്ഞില്ലായിരുന്നു. ആ കൃതിയാണ് വയലാർ അവാർഡ് 1992 ലഭിക്കാൻ കാരണമായത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2011 ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്രം കേട്ടോ. എന്താണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ? ഇതാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കാൻ കാരണമായ പ്രധാന കൃതി. ഇനി പത്മപ്രഭ പുരസ്കാരം 2011 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് പത്മപ്രഭ പുരസ്കാരം 2011 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം 2013 അദ്ദേഹത്തിന് കിട്ടിയത്. എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത് 2013 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ബാലാമണി അമ്മ പുരസ്കാരം സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള അദ്ദേഹത്തിന് പുരസ്കാരമാണത്. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാലാമണി അമ്മ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക അവാർഡ്. ദുരന്ത നാടകം, അജയ്യയുടെ അമരസംഗീത എന്നീ നിരൂപണ ഗ്രന്ഥങ്ങൾ കേട്ടോ. ഈ രണ്ട് ദുരന്ത നാടകം, അജയ്യരുടെ അമരസംഗീത എന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക അവാർഡ് MK സാനുസാബ് മാഷിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത കേരള ജ്യോതി പുരസ്കാരം 2023. കേരള ജ്യോതി പുരസ്കാരം 2023 അദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ് ഇത്, കേരള ജ്യോതി പുരസ്കാരം. അത് അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ് 2023 അർഹനായിട്ടുണ്ട് അദ്ദേഹം. ഇനി മഹാത്മാഗാന്ധി സർവകലാശാല ഡീൻ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് 2022 കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, അത് അവതാരണ എന്ന കൃതിക്ക്. വയലാർ അവാർഡ് 1992. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2011 ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്രത്തിന്. ഇനി പത്മപ്രഭ പുരസ്കാരം 2011. എഴുത്തച്ഛൻ പുരസ്കാരം 2013. ഇനി ബാലാമണി അമ്മ പുരസ്കാരം സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക അവാർഡ് ലഭിച്ചിട്ടുണ്ട് ദുരന്ത നാടകം അജയ്യതയുടെ അമരസംഗീത എന്ന നിരൂപണ ഗ്രന്ഥത്തിന്. ഇനി കേരള ജ്യോതി പുരസ്കാരം 2023 സംസ്ഥാന സർക്കാരിന് പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് കേരള ജ്യോതി പുരസ്കാരം എപ്പോഴാണ് 2023? അതെന്താണ് സംസ്ഥാന സർക്കാർ, കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണത്. അത് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് 2023. ഇനി മഹാത്മാഗാന്ധി സർവകലാശാല ഡീലിറ്റ് ലഭിച്ചതെന്നാണ് 2022 കേട്ടോ. ഡീലിറ്റ് 2022 ലഭിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ. അദ്ദേഹം കുറച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ വർഷം ഓർത്തു വെച്ചാൽ 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു. ഇനി പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ആയിരുന്നത് എപ്പോഴാണ്? 1986 കേട്ടോ. മഹാകവി വൈലോപ്പിള്ളിക്ക് ശേഷം ഈ പദവി ഏറ്റെടുത്തു. എന്താണ് മഹാകവി വൈലോപ്പിള്ളിക്ക് ശേഷമാണ് അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. ഇപ്പോഴാണ് 1986 പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ആയിട്ട്. ഇനി 1991 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കുങ്കുമം വാരികയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 1991 കുങ്കുമം വാരികയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കേരള സർവകലാശാല ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടറായിട്ട് 1985 അദ്ദേഹം നിയമിതനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കേരള സർവകലാശാല ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടറായി 1985.
ഇനി വയലാർ അവാർഡ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് ആയത് എപ്പോഴാണ്? 2005 അദ്ദേഹം ഈ പദവി. എന്താണ് വയലാർ അവാർഡ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് ആയത് 2005 കേട്ടോ. അപ്പൊ ഇത്രയാണ് അദ്ദേഹം വഹിച്ച പദവികൾ എന്ന് പറയുന്നത്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജനിച്ചു. 1986 പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ആയിരുന്നു. 1991 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച കുങ്കുമം വാരികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1985 കേരള സർവകലാശാല ശ്രീനാരായണ പഠന കേന്ദ്ര ഡയറക്ടർ ആയിട്ടുണ്ട്. 2005 വയലാർ അവാർഡ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇദ്ദേഹത്തെ പറ്റി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. അപ്പം ഇതുപോലത്തെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് കറണ്ട് അഫയർ ടോപ്പിക്കും ബാക്കി ടോപ്പിക്കുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അപ്പം ശരി, താങ്ക് യു.